വോൾട്ടേജ് ഡബ്ലർ എക്സ്പീരിയൻ്റ് വോൾട്ടേജ് മൾട്ടിപ്ലയറിൽ വോൾട്ടേജ് ഡബ്ലറാണിത്. ഈ കണക്ഷൻ വെച്ച് ഇത് നോക്കുമ്പോൾ ആദ്യം നമുക്ക് ട്രാൻസ്ഫോമർ അറ്റം പിന്നില്ലാത്ത കാരണം ഡിമ്മസ്റ്റാറ്റിക് കൊടുത്തു. ഡിമ്മസ്റ്റാറ്റിക് കൊടുത്തിട്ട് നമ്മൾ ശരിക്കും ആയിരിക്കട്ടെ. അപ്പോൾ ആദ്യം ഡിമ്മസ്റ്റാറ്റിക് കൊടുത്തു, പവർ കൊടുത്തു, ഇതിൽ നിന്ന് എടുത്തു. ട്രാൻസ്ഫോമർ സെൻറ്റർ ടാപ്പ് ആവശ്യമില്ല, അത് വെറുതെ എടുത്തിട്ട് രണ്ടറ്റത്തു നിന്നുള്ള എടുക്കുക. എന്നിട്ട് ഈ കപ്പാസിറ്റർ 100 മൈക്രോഫാരഡ് കൊടുത്തു. രണ്ടിരിക്കറ വന്നി ഇപ്പുറത്ത് പോസിറ്റീവ്, ഈ സാധനം പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. കപ്പാസിറ്ററിൻ്റെ കുത്തി. എന്നിട്ട് ഈ പടം പോലെ ഇവിടെ കൊണ്ട് ഇതിൻ്റെ വയറ് ഒരെണ്ണം കൊടുത്തു. ഇത് എന്നിട്ട് ഈ ഡയോഡാണ് നെക്സ്റ്റ്. അത് അതേ ഡയറക്ഷനനുസരിച്ച് ഇപ്പുറത്ത് നെഗറ്റീവ് ഇപ്പുറത്ത് പോസിറ്റീവ് എന്നുള്ള രീതിയിൽ കുത്തി. എന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഈ കണക്ഷൻ കൊടുത്തു. അതായത് ഈ സാധനത്തിൻ്റെ മറ്റേ അറ്റം ഈ സാധനമാണ് കൊണ്ടു കൊടുത്തു. എന്നിട്ട് അടുത്ത ഡയോഡ് കപ്പാസിറ്റർ അതേപോലെ തന്നെ ഈ ഡയോഡ് ഇങ്ങനെ കപ്പാസിറ്റർ അതേപോലെ പൊളാരിറ്റി നോക്കി കൊടുത്തു. എന്നിട്ട് കപ്പാസിറ്ററിൻ്റെ അടിയിൽ നിന്ന് റെസിസ്റ്റർ ഈ സാധനം അടിയിൽ നിന്ന് എടുത്തു. ഇവിടെ നിന്നൊരു കണക്ഷൻ എടുത്തിട്ട് കപ്പാസിറ്ററിൻ്റെ മെറ്റാറ്റത്തേക്ക് കൊടുത്തു. ഈ സംഭവം ശരിയായി. ഇനിയും അതിൻ്റെ ആദ്യം നമ്മൾ ഡിമസ്റ്റാറ്റിൽ ഒരു വാല്യൂ കൊണ്ട് ഇട്ട് എന്നിട്ട് കൊണ്ടിട്ടിട്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് തന്നെ വോൾട്ടേജ് നോക്കുക. അതിന് ആദ്യം നമ്മൾ കുത്തിയ കപ്പാസിറ്ററിൻ്റെ അക്രോസ് കൊടുക്കുക. ഒന്നിവിടെ ഇവിടെ എന്നിട്ട് ഈ കപ്പാസിറ്ററിൻ്റെ അക്രോസ് കൊണ്ട് കഴിയുമ്പോൾ അതിൻ്റെ അക്രോസ് കൊടുത്തു കഴിയുമ്പോൾ വോൾട്ടേജ് വയ്ക്കും 9.2 എടുത്തു. എന്നിട്ട് നമ്മളിപ്പോൾ കുത്തിയ 2 വയറും ഊരെടുക്കുക. വയറ് മാറിപ്പോയത് എനിക്കിപ്പോൾ പല പ്രാവശ്യം മാറിപ്പോകുന്നത്. ആ സാധനത്തിൻ്റെ 2 വയറ് കൊടുക്കുക മൾട്ടിമീറ്ററിൻ്റെ. എന്നിട്ട് ഈ റെസിസ്റ്ററിൻ്റെ 2 അറ്റത്തും കൊണ്ട് കുത്തി. നേരത്തെ 9.3 അതിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 17.2 ഉണ്ട്. അത് നെഗറ്റീവ്, അതിങ്ങനെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകും വയർ ഇത്തിരി ലൂസൊക്കെ ആയിട്ട്. ആ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിയോസ്റ്റാറ്റിൻ്റെ റെസിസ്റ്ററിൽ ഇവിടെ 2 പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. നേരെ തിരിച്ച് വെച്ചാൽ നെഗറ്റീവ് ഒക്കെ അത്ര ഉള്ളൂ. ഇനി അടുത്ത ട്രിപ്പിൾ